ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളും ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. ഓക്കെ, അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു മലയാള സിനിമയാണ്. സിദ്ധാർത്ഥ ഭരതനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പറന്ന് പറന്ന് ചെല്ലാന്ന് പറഞ്ഞ സിനിമ. ആമസോൺ പ്രൈമിൽ ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഏത് സമയത്ത് ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത സിനിമ എന്നുള്ളത് ബാങ്കർ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തമിഴ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ലെഗ് പീസ് എന്ന് പറഞ്ഞ സിനിമ. ടെൻഡുകോട്ട OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് കോട്ട് എന്നാണ് സിനിമയുടെ പേര്. ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വേവ്സ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കൊറിയൻ ഹൊറർ മൂവിയാണ് ഡാർക്ക് നൺസ് ആണ് സിനിമയുടെ പേര്. 2015 ഇറങ്ങിയത് പ്രീസ്റ്റ് എന്ന സിനിമയുടെ സ്പിൻ ഓഫ് ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. റെന്റ് ഓപ്ഷനിൽ ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ക്രാവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞ സിനിമ. നെറ്റ്ഫ്ലിക്സിൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്ത വിനീത് ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഒരു ജാതി ജാതകം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ കഴിഞ്ഞ ദിവസങ്ങളിൽ ആമസോൺ പ്രൈമിൽ ഇന്ത്യക്ക് പുറത്ത് റിലീസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. ആമസോൺ പ്രൈമിലും മലയാളം മാക്സിലും സിംപ്ലി സൗത്തിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ജയിലർ എന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ ഒരു സിനിമ എന്നുള്ളത് ഹിന്ദി ഭാഷയിൽ യൂട്യൂബിൽ ഇതിനു മുമ്പ് തന്നെ റിലീസ് ചെയ്തിരുന്നു. പക്ഷെ മലയാളം ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. മലയാളത്തിൻ്റെ റിലീസ് എപ്പോൾ എങ്ങനെയുള്ള പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും മലയാളം മാക്സ് ഈ സിനിമ ഏപ്രിൽ മാസം 4-ാം തീയതി റിലീസ് ചെയ്തുള്ള അപ്ഡേറ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയുണ്ട്. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് അല്ല. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് മച്ചാൻ്റെ മാലാഖ എന്ന് പറയുന്ന സിനിമയാണ്. സോബിൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ വൻ പരാജയമായി മാറിയ സിനിമയാണ് മച്ചാൻ്റെ മാലാഖ എന്ന് പറഞ്ഞ സിനിമ. മലയാളം മാക്സിൽ ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഏപ്രിൽ മാസം 4-ാം തീയതി ഈ സിനിമ മലയാളം മാക്സ് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു ഒഫീഷ്യൽ പിന്നെ അപ്ഡേറ്റ് അല്ല പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമയാണ്. അനുശ്വരാജിനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. മലയാളം മാക്സിൽ ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററും കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ പിന്നെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഏപ്രിൽ മാസം 11-ാം തീയതി ഈ സിനിമ വിഷു സ്പെഷ്യലായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. സിംപ്ലി സൗത്തിൽ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും സിംപ്ലി സൗത്തിലും അതേ ദിവസം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.